നമസ്കാരം സുഹൃത്തുക്കളെ, ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 3യുടെ ഏറ്റവും ഗംഭീരമായ എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്തത്ര ഭയാനകമായ ഫിനാലെ എപ്പിസോഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കാഴ്ചക്കാരുടെ ഉള്ളിൽ ഭയവും ഒപ്പം തന്നെ അത്ഭുതവും ഒരുപോലെ നിറയ്ക്കുന്ന ഒന്നാണ് ദ ബാറ്റിൽ ഓഫ് ടംബിൾട്ടൺ. ഈ ഒരു യുദ്ധം മാത്രമല്ല, റെനീറ ടാർഗെറിയൻ എന്ന കഥാപാത്രം തന്റെ ഉള്ളിലെ സകല നന്മകളും വലിച്ചെറിഞ്ഞ് പൂർണ്ണമായും ഒരു സ്വേച്ഛാധിപതിയായി ഒരു വില്ലനായി മാറുന്ന കാഴ്ചയാണ് ഈ എപ്പിസോഡിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് വെറും ഒരു കഥ പറച്ചിലായിട്ട് കാണണ്ട, ഓരോ ക്യാരക്ടേഴ്സിന്റെ ഉള്ളിലെ ഡാർക്ക്നെസ് പുറത്തു വരുന്നതിന്റെ വിശദമായൊരു ലുക്കൗട്ട് കൂടിയാണ്. നമുക്കതിലേക്ക് കിടക്കാം. എപ്പിസോഡിന്റെ തുടക്കം തന്നെ വല്ലാത്തൊരു ഉദ്യോഗത്തോടെയാണ്. അർദ്ധരാത്രിയുടെ കൂരിട്ടിൽ വളരെ തിടുക്കത്തിൽ ഗ്രാൻഡ് മേസ്റ്ററായ ഓർവേൽ റെയ്നയുടെ മുറിയിലേക്ക് ഓടിയെത്തുകയാണ്. കയ്യിലൊരു ദൂതൻ കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ടൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം റെനീറയുടെയും നമ്മളുടെയും ഹൃദയമെടുപ്പ് കൂട്ടുന്ന ഒന്നായിരുന്നു. എയ്ഗൺ ദ സെക്കൻഡ് മരിച്ചിട്ടില്ല, അവൻ ജീവനോടെ ഉണ്ട്. മാത്രമല്ല, അവനെ പരിക്കേറ്റ ഡ്രാഗണായ സൺഫയറും കൂട്ടിനായി ഉണ്ട്. ഈ വാർത്ത കേൾക്കുന്ന നിമിഷം റെനീറയുടെ സമനില തെറ്റുകയാണ്. ഒരു വലിയ പാനിക് അറ്റാക്കിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കിതച്ചുകൊണ്ട് പേടിച്ചു വിറച്ച് അവർ നേരെ ഓടുന്നത് ഡെയ്മണിന്റെ മുറിയിലേക്കാണ്. ഡെയ്മൺ അപ്പോൾ ടംബിൾട്ടണിൽ നടക്കാൻ പോകുന്ന വലിയ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. റെനീറ അവിടെ ചെന്ന് വല്ലാതെ പുലമാൻ തുടങ്ങുന്നു. ഈ കിങ്സ് ലാൻഡിലെ പ്രജകൾ ഈ വാർത്ത കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു. എയ്ഗൺ തിരിച്ചു വന്നത് ഒരു നല്ല ലക്ഷ്യമാണെന്ന് കരുതി ജനങ്ങൾ ഇതിനകം തന്നെ ഗ്രേറ്റ് സെപ്റ്റിനെ പുറത്ത് ആഘോഷിക്കാൻ തടിച്ചു കൂടിയിരിക്കുകയാണ് എന്ന് റെനീറ ഭയത്തോടെ പറയുന്നു. എന്നാൽ ഡെയ്മൺ ഇതിനോട് പ്രതികരിക്കുന്നത് തികഞ്ഞ ശാന്തതയോടെയാണ്. റെനീറയേക്കാൾ പ്രായവും യുദ്ധപരിചയമുള്ള ഡെയ്മൺ ഇത്തരം ജീവൻ മരണ പ്രതിസന്ധികളെ ഇതിനു മുമ്പും ഒരുപാട് നേരിട്ടിട്ടുള്ള ആളാണ്. തുടരെ തനിക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് റെനീറ പരാതിപ്പെടുമ്പോൾ ഹൈ വെല്ലേറിയൻ ഭാഷയിൽ ഡെയ്മൺ അവളോട് പറയുന്നു, ഇതാണ് നിന്റെ പരീക്ഷണം. ഡെയ്മൺ പറഞ്ഞ തികച്ചും സത്യമാണ്. റെനീറ ടാർഗെറിയൻ എന്ന ഭരണാധികാരി പ്രതിസന്ധികളെ അതിജീവിച്ച് ഉയർന്നു വരുമോ അതോ തകർന്നു വീഴുമോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും നിർണായകമായ നിമിഷമാണിത്. നിർഭാഗ്യവശാൽ റെനീറയ്ക്കും ആ രാജ്യത്തിന് സംഭവിക്കാൻ പോകുന്നത് ആരും പ്രതീക്ഷിക്കാത്തത്ര വലിയ ദുരന്തങ്ങളാണ്. ഡെയ്മൺ ടംബിൾട്ടണിലേക്ക് പോകുന്ന നിമിഷം മുതൽ റെനീറയുടെ സമനില പൂർണ്ണമായും തെറ്റുകയാണ്. ഡെയ്മൺ മാത്രമായിരുന്നു അവൾക്കൊരാശ്വാസം. ആദ്യം റെനീറയെ ചോദ്യം ചെയ്യാൻ വരുന്നത് അവളുടെ ഭർത്തൃപുത്രിയായ ബേലയാണ്. ഓർമണിന്റെ പിടിയിലെ കോളിസ് വെലറിനെ എങ്ങനെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബേല എത്തുന്നത്. എന്നാൽ ഇപ്പോൾ പ്രാധാന്യം യുദ്ധമാണെന്നും അതിലൂടെ മാത്രമേ നമുക്ക് കോളിസിനെ രക്ഷിച്ചെടുക്കാനാകൂ എന്ന് റെനീറ പറയുന്നത് കേട്ട് ബേലയുടെ നിയന്ത്രണം വിടുകയാണ്. റെനീറ തന്നെ സേവിക്കുന്നവരെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ആവശ്യം കഴിയുമ്പോൾ അവരെ എങ്ങനെ വലിച്ചെറിയുമെന്നും ബേല വളരെ കൃത്യമായി വിളിച്ചു പറയുന്നു. ഇത് കേൾക്കുമ്പോൾ റെനീറയുടെ ഉള്ളിൽ തണുത്ത വികാരരഹിതമായൊരു കോപമാണ് എരിച്ചു കയറുന്നത്. അവൾ പെട്ടെന്ന് ബേലയുടെ മുഖത്ത് കയറി പിടിക്കുകയും തങ്ങൾ തമ്മിലുള്ള പദവി വ്യത്യാസം ഓർമ്മിപ്പിക്കാനായി രാജകീയമായ സംസാരശൈലി ഉപയോഗിച്ച് ആ യുവ ഡ്രാഗൺ റൈഡറെ ശകാരിക്കുകയും ചെയ്യുന്നു. വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളുടെ ഒരു സൂചന മാത്രമായിരുന്നു ഇത്. പിന്നീട് നമ്മൾ അറിയുന്നത് റെനീറ ബേലയെ അവളുടെ മുറിയിൽ തന്നെ തടവിലാക്കാൻ ഉത്തരവിട്ടു എന്നാണ്. എയ്ഗൺ അല്ലെങ്കിൽ എയ്മൺ നഗരം ആക്രമിക്കാൻ വന്നാലോ എന്ന ഭയത്താൽ ആഡം ഓഫ് ഹള്ളിനോടും ഹ്യൂ ദ ഹാമറിനോടും അവരുടെ ഡ്രാഗണുകളെ ഉപയോഗിച്ച് കിങ്സ് ലാൻഡിങ്ങും ഡ്രാഗൺ പിറ്റും കാവൽ കാക്കാനായി റെനീറ ഉത്തരവിടുന്നു. റെനീറയുടെ വർദ്ധിച്ചു വരുന്ന സംശയരോഗത്തിന്റെ മറ്റു ലക്ഷണമാണിത്. എന്നാൽ ഹ്യൂവിൻ്റെ കാര്യം എന്താവും നമുക്ക് വഴിയെ കാണാം. റെനീറയുടെ അടുത്തിര മിസാറിയാണ്. മുൻ എപ്പിസോഡിന്റെ അവസാനം ഇവർ തമ്മിൽ വളരെ അടുത്തൊരു ബന്ധമുണ്ടായിരുന്നല്ലോ. എന്നാൽ ആ അടുപ്പം കൂടുതൽ ആഴത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് നയിക്കുമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി. റെനീറ തൻ്റെ തോഴിയായ എലിൻഡ മാസയെ വിട്ട് മിസാഴിയെ റെഡ് കീപ്പിൽ നിന്ന് പുറത്താക്കുകയാണ്. മുൻ ചാരത്തലവയായ മിസാഴിക്ക് പെൻഡോസിലേക്ക് പോകാൻ ഒരു കപ്പൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും ഒരു യാത്രയപ്പ് പോലും നൽകാതെ അവൾ ഉടൻ തന്നെ സ്ഥലം വിടണമെന്നുമാണ് റെനീറയുടെ കൽപ്പന. ഈ ഒരു രംഗത്ത് മിസാഴിയെ പോലെ തന്നെ എലിൻ്റെയും വല്ലാതെ ആശയക്കുഴപ്പത്തിലും സങ്കടത്തിലുമാണ്. റെനീറ അടുത്ത എന്ത് ചെയ്യുമെന്ന് അവിടെ ആർക്കും ഒരു രൂപവുമില്ല. അടുത്ത ഊഴം റെനീറയുടെ അടുത്ത സഹോദരിയായ ഹെലേനയുടേതാണ്. ഗോഡ്സ്വുഡിലെ കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം ഹെലേനയെ കാവൽക്കാർ തിരികെ കൊണ്ടുപോകുമ്പോൾ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മിസാറിയെ അവൾ കടന്നു പോകുന്നു. ഈ അവസരം മിസാറിയെ വളരെ ബുദ്ധിമുട്ടായി ഉപയോഗിക്കുന്നുണ്ട്. റെനീറയുടെ പദ്ധതികൾ തകർക്കാനായി മിസാറി ഹെലേനയോട് ആ വലിയ സത്യം പറയുന്നു. അവളുടെ സഹോദരനും ഭർത്താവുമായ എയ്ഗൺ ജീവനോടെ ഉണ്ട്. മാത്രമല്ല, എയ്ഗണിനെ എപ്പോഴും ഒരു ഭയത്തിൽ നിർത്താൻ വേണ്ടി ഹെലേനയും അവളുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും റെനീറ ഒരു ബന്ധിയെ മാത്രമേ കാണുകയുള്ളൂ എന്നും മിസാറി ഓർമ്മിപ്പിക്കുന്നു. ഈ മിസാറിയെ കാണുന്നത് തൊട്ടു മുമ്പ് റെഡ് കീപ്പിന്റെ മുറ്റത്ത് വെച്ച് ഹെലേന തന്റെ സ്വപ്നത്തിൽ കണ്ട ആ ചാര നിറത്തിലുള്ള കുതിരയും വണ്ടിയും കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു ഭയം തോന്നും. കാരണം ഹെലേനയുടെ ഭാഗത്ത് എന്തൊക്കെയോ ഓശപിശക ഉണ്ടാകാൻ പോകുന്നുണ്ട്. പിന്നീട് റെനീറ ഹെലേനയെ തടവിലാക്കിയിരിക്കുന്ന മുറിയിൽ വന്ന് അവളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഹെലേനയാകട്ടെ റെനീറയുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. കിങ്സ് ലാൻഡിങ്ങിലെ മാലിന്യങ്ങളിൽ ജീവിക്കുന്ന ഒരു വണ്ടിനെ കുറിച്ച് ഹെലേന പറയുന്നുണ്ട്. ആ വണ്ട് വളരെ മനോഹരമാണെന്ന് ഹെലേന പറയുമ്പോൾ റെനീറയ്ക്ക് അതിനോട് പുച്ഛമാണ്. നഗരത്തിൻ്റെ ഈ പ്രത്യേകതയെക്കുറിച്ച് റെനീറയ്ക്ക് യാതൊരു താല്പര്യവുമില്ലെന്നും സ്വന്തം കാര്യത്തിന് ഉപകരിക്കാത്ത ഒന്നിനോടും റെനീറയ്ക്ക് യാതൊരു താല്പര്യവുമില്ലെന്നും ഹെലേന മുഖത്തഴിച്ചതുപോലെ പറയുന്നു. ഇതിനുശേഷം നമ്മൾ കാണുന്നത് റെനീറയുടെ ഏറ്റവും ക്രൂരമായ മുഖമാണ്. ഹെലേനയെ നിർബന്ധിപ്പിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ റെനീറ കാവൽക്കാർക്ക് ഉത്തരവിടുന്നു. ആലിസൺ ഹൈറ്റവർ തൻ്റെ മകളെക്കുറിച്ച് ഭയപ്പെട്ടതെല്ലാം സത്യമായിരിക്കുകയാണ്.
ഏഗണെതിരെയുള്ള ഒരായുധമായി ഹെലനെയും കുഞ്ഞിനെയും എന്ത് വില കൊടുത്തും ജീവനോടെ നിലനിർത്താൻ റെനീറ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഈ സീരീസിലെ ഏറ്റവും പാവപ്പെട്ട, ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ഒരു കഥാപാത്രത്തോട് ഇത്തരമൊരു ക്രൂരത കാണിക്കുന്നത് റെനീറ എത്രത്തോളം മോശമായി മാറി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കിങ്സ് ലാൻഡിങ്ങിലെ റെനീറയുടെ ക്രൂരതകൾ അവിടെ നിൽക്കട്ടെ. നമുക്കിനി ഫിനാലെ മറ്റു ചില പ്രധാന സംഭവങ്ങളിലേക്ക് കിടക്കാം. ഡ്രാഗണുകളായ വെയ്ഗറിനെയും സൺഫെയറിനെയും ഉപയോഗിച്ച് ഏമണ്ടും മേഗണും നഗരം ആക്രമിക്കുന്ന റെനീറയുടെ പേടി സത്യത്തിൽ ആസ്ഥാനത്താണ്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ റെനീറ ആലിസനെ ഹാരൻഹോളിലേക്ക് അയച്ചത് സ്വന്തം മകന് വിഷം കൊടുക്കാനായിരുന്നു. അതുകൊണ്ട് ഏമണ്ടും വെയ്ഗറും അവിടെ ഒന്നിച്ചില്ലെന്ന് റെനീറയ്ക്കറിയാം. എന്നാൽ ഏമണ്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ മുഴുവൻ ചിത്രവും അവൾക്കറിയില്ല. സ്വന്തം അമ്മ നൽകിയ വിഷബാധയിൽ നിന്നുകൊണ്ടിരുന്ന ഏമണ്ട് കാണുന്നത് ആ മന്ത്രവാദിയെ ആലിസ് റിവേഴ്സിനെയാണ്. തുടർച്ചയായി ഏമണ്ടിൻ്റെ ജീവൻ രക്ഷിക്കുന്നത് ആലിസാണ്. സ്വന്തം സഹോദരനെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ താൻ ലോകത്തിൽ തികച്ചു ഒറ്റപ്പെട്ടവനാണെന്നും സ്വന്തം അമ്മ പോലും തനിക്ക് വിഷം നൽകിയെന്നും ഓർത്ത് ഏമണ്ട് സങ്കടപ്പെടുന്നു. ഇതിനുള്ള മറുപടിയായി ശാപങ്ങളെക്കുറിച്ചും ഏകാന്തതയെക്കുറിച്ചും തനിക്ക് ചില കാര്യങ്ങൾ അറിയാമെന്ന് ആലിസ് പറയുന്നു. അങ്ങനെ അവൾ തന്നെ മനസ്സ് തുറന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. 100-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഹാരൻഹാൾ പണിത ക്രൂരനായ യുദ്ധപ്രഭു ഹാരൻ ദ ബ്ലാക്കിൻ്റെ ഭാര്യയായിരുന്നു അവൾ. എയ്ഗൺ ദ കോൺകറർ ഡ്രാഗൺ ഉപയോഗിച്ച് ആ കോട്ട തകർത്തപ്പോൾ അവളുടെ മകൻ വെന്ത് മരിച്ചു. അവനെ രക്ഷിക്കാൻ വേണ്ടി പഴയ ചില മന്ത്രവാദങ്ങൾ പരീക്ഷിച്ചപ്പോൾ ആലിസ് അബദ്ധത്തിൽ തനിക്ക് തന്നെ ഇമ്മോർട്ടാലിറ്റിയുടെ ശാപം വരുത്തി വയ്ക്കുകയും റിവലൻസുമായി എന്നേക്കുമായി ബന്ധിക്കപ്പെടുകയും ചെയ്തു. ഇത് ശരിക്കും വലിയൊരു വെളിപ്പെടുത്തലാണ്. കാരണം ജോർജ് ആർ മാർട്ടിൻ്റെ പുസ്തകങ്ങൾ എവിടെയും പരാമർശിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ചരിത്രമാണിത്. ഇത് മാർട്ടിൻ്റെ തലയിൽ നിന്ന് വന്നാണോ അതോ സീരീസിന് അണിയപ്രവർത്തകർ സ്വന്തമായി ഉണ്ടാക്കിയതാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും ആലിസ് എന്ന കഥാപാത്രത്തിന് ഇത് വളരെ അനുയോജ്യമായി തോന്നുന്നുണ്ട്. സ്വന്തം അമ്മ പോലും തള്ളിക്കളഞ്ഞ ഏമണ്ട് ആലിസിനെ തൻ്റെ പങ്കാളിയെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു നിർണായക നിമിഷമാണിത്. ഇതുവരെ നമ്മൾ കണ്ടില്ലാത്ത ഒരു വല്ലാത്തൊരു സ്നേഹവും കരുതലും ഏമണ്ട് അവളോട് കാണിക്കുന്നുണ്ട്. ഹാരൻഹോളിൽ ഏമണ്ടിനെ കാത്തിരിക്കുന്നത് പ്രണയം മാത്രമല്ല. മരുന്നിൻ്റെ മയക്കത്തിൽ നിന്ന് ഉണരുന്ന ഏമണ്ട് കോട്ടയ്ക്കുള്ളിൽ ഒരു വലിയ ഡ്രാഗൺ ചിറഴിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അത് തൻ്റെ വെയ്ഗറായിരിക്കുമെന്ന് കരുതി അവൻ കോട്ടയുടെ വലിയ ഹാളിലേക്ക് ഓടിയെത്തുകയാണ്. റെനീറെ രാജ്ഞിയായി പ്രഖ്യാപിച്ച അതേ ഹാളാണത്. എന്നാൽ ഇത്തവണ അവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത് സിറാക്സോ വെയ്ഗറോ ഒന്നുമല്ല, മറിച്ച് സൺഫയർ ആണ്. പരിക്കേറ്റ ഡ്രാഗണെ കൂടുതലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഏമണ്ടിനെ നേരിടാൻ എയ്ഗൺ മുടന്തി കടന്നു വരുന്ന രംഗം നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ്. ഏമണ്ട് ആകട്ടെ തൻ്റെ സഹോദരന് മുന്നിൽ മുട്ടുകുത്തുന്നു. എന്ത് ശിക്ഷ കിട്ടിയാലും അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊണ്ട്. എന്നാൽ ഏഗണം വേണ്ടത് ഇതല്ലായിരുന്നു. തന്നെ ഡ്രാഗൺ ഫയർ ഉപയോഗിച്ച് കത്തിച്ചതിനും സിംഹാസനം തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനും ഏമണ്ടിനെ കൊല്ലാനാണ് അവൻ ഹാളിലേക്ക് വന്നത്. എന്നാൽ അവിടെ അവൻ കാണുന്നത് ഒട്ടും അഹങ്കാരമില്ലാത്ത ചെയ്ത തെറ്റിൽ പശ്ചാത്തപിക്കുന്ന ഒരു ഏമണ്ടിനെയാണ്. ഏമണ്ടിനെ ഒരു വിഡ്ഢിയെന്ന് വിളിച്ച് ചിരിച്ചുകൊണ്ട് ഏഗൺ പറയുകയാണ്, ഞാൻ ജീവനോടെ ഉണ്ട്. ഈ ഏമണ്ടിനാകട്ടെ തൻ്റെ സഹോദരൻ്റെ പാപമോചനം വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും അവൻ തയ്യാറാണ്. ഏഗണിന് ഏമണ്ട് സഹായം ആവശ്യമുള്ളതിനാൽ തൽക്കാലം അവനോട് ക്ഷമിക്കാൻ അവൻ തീരുമാനിക്കുന്നു. അവർ ഹാരൻഹോളിൽ നിന്ന് ഒരുമിച്ച് വേഗണ്ണ കണ്ടുപിടിക്കാൻ പോകുമെന്നും ശേഷം ടംബിൾട്ടണിൽ പോയി തങ്ങളുടെ ഇളയ സഹോദരൻ ഡെയ്റോണിനെ നേർവഴിക്ക് കൊണ്ടുവരുമെന്നും ഏഗൺ പ്രഖ്യാപിക്കുന്നു. കാരണം അവർ രണ്ടുപേരും ഇല്ലാത്ത സമയം നോക്കി ഓർമ്മ ഹൈട്ടവർ ഡെയ്റോണെ രാജാവായി പ്രഖ്യാപിച്ചതൊക്കെ ഇതിനോടം തന്നെ അവൻ അറിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ ഏഗൺ ആലിസ് റിവേഴ്സിനെ പരിചയപ്പെടുന്നുണ്ട്. ഏമണ്ട് അവളെ തൻ്റെ ഭാവി ബധു എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അവർ തമ്മിലുള്ള ഒത്തുചേരൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും മികച്ചതായിരുന്നു. എന്നാൽ എപ്പിസോഡ് അവസാനിക്കുമ്പോഴും അവർ ടംബിൾട്ടണിൽ എത്തുന്നില്ല. മാത്രമല്ല ഈ എപ്പിസോഡിലും നമ്മൾ വെയ്ഗറിനെ കാണുന്നതേയില്ല. ദാറ്റ് മീൻസ് ഇനി 2028 വരാനിരിക്കുന്ന 4ാം സീസണിൽ മാത്രമേ നമ്മൾ വെയ്ഗറിനെ കാണുകയുള്ളൂ. പക്ഷേ അവസാന സീസണിൽ വെയ്ഗറിന് വളരെ വലിയൊരു റോൾ തന്നെ ഉണ്ടാകും എന്തായാലും. ഇനി നമുക്ക് ടംബിൾട്ടണിലേക്ക് വീണ്ടും വരാം. കാരണം ഈ എപ്പിസോഡിൻ്റെ നല്ലൊരു ഭാഗവും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഗെയിം ഓഫ് ത്രോൺസിലെ മികച്ച യുദ്ധ എപ്പിസോഡുകളെ പോലെ തന്നെ ഇവിടെയും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വലിയ തയ്യാറെടുപ്പ് കാണിക്കുന്നുണ്ട്. ടംബിൾട്ടണിൽ ഓർമൺ ഹൈട്ടവർ തൻ്റെ സംരക്ഷണയിലുള്ള ഡെയ്റോൺ ടാർഗറിനെ ഒരു യോദ്ധാവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവനെ സർ ഡെയ്റോൺ ദ ഡെയറിംഗ് എന്ന പേരിൽ യുദ്ധക്കളത്തിലേക്ക് അയക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഈ വെസ്റ്റ്രോസിൽ യുദ്ധക്കളത്തിൽ വലിയ ധീരകൃത്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് ഈ പദവി നൽകുന്നത്. പുസ്തകത്തിൽ ബാറ്റിൽ ഓഫ് ഹണി നൈലിൽ വെച്ചാണ് അവൻ ഈ പദവി ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ യാതൊരു കാരണവുമില്ലാതെ അത് നൽകുന്നത് പോലെ തോന്നി. ഡെയ്റോണ് രാജാവാകണമെങ്കിൽ ആദ്യം ഒരു നൈറ്റ് ആകണം എന്ന് ഓർമൺ പെട്ടെന്ന് ഓർത്തതുപോലെ. എങ്കിലും ഈ ഡെയ്റോൺ ദ ഡെയറിംഗ് എന്ന പേര് വെച്ച് കിങ്സ് ലാൻഡിങ്ങിൽ ഓർമൺ നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ടംബിൾട്ടൻ്റെ മതിലുകൾക്ക് മുകളിൽ നിന്നുകൊണ്ട് ഡെയ്റോണും ഓർമണ്ടും ഗവ്വിൻ ഹൈട്ടവറും പുറത്ത് തടിച്ചുകൂടുന്ന ബ്ലാക്ക് ആർമിയെ നോക്കിക്കാണുന്നു. ഓർമൺ വല്ലാത്തൊരു അസ്വസ്ഥതയിലാണ്. കാരണം മറ്റൊന്നുമില്ല, ആൾഫ് ദർ വൈറ്റ് എന്ന ഡ്രാഗൺ റൈഡറെ ഈ ഒരു നിർണായക സമയത്ത് എവിടെയും കാണാനില്ല. അവനാട്ടെ അവൻ്റെ ലോക്കൽ ബാറിൽ പോയി മദ്യപിച്ച് ലെഗ് ഇട്ട് എങ്ങോട്ടൊക്കെയോ പോയിരിക്കുകയാണ്. ഇതിനിടയിലാണ് മതിലിനടുത്തേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നത്. അതെ, ധർമ്മത്തിൻ്റെയും നീതിയുടെയും വലിയ ആളായി നടക്കുന്ന ഓർമണ്ട് ഹൈട്ടവർ ചെറിയ കുട്ടികളെ മനുഷ്യ കവചമായി ഉപയോഗിക്കുകയാണ്. ഓർമണ്ടിൻ്റെയും ജോൺ റോക്സ്റ്റണിൻ്റെയും കാബഡിയും എത്രത്തോളം ഉണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുമെന്ന് സത്യം ചെയ്തവരാണ് ഈ ക്രൂരത ചെയ്യുന്നത്. ഈ എൾഫിൻ്റെ കാര്യം നോക്കിയാൽ അവന് മദ്യപിച്ച് സമനില തെറ്റി ഡെയ്മൺ അവൻ്റെ ഡ്രാഗണെ ഉപയോഗിക്കാൻ ഭയപ്പെടുന്ന ഒരു ഭീരുവാണെന്ന് നാട്ടുകാരോട് വിളിച്ച് പറയുകയാണ്.
പുസ്തകത്തിൽ അൾഫ് വളരെ ക്രൂരനായ കഥാപാത്രമാണെങ്കിലും സീരീസിൽ അവനെ അത്യാവശ്യം ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ തനിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് അവൻ തിരിച്ചറിയുന്നുണ്ട്. ഇതിനിടയിൽ ഗ്രീൻസിൻ്റെ കൂട്ടത്തിലെ ഏറ്റവും മാന്യനായ ഗെയിൻ ഹൈറ്റവർ മറ്റൊരു വഴി കണ്ടെത്തുന്നു. അവനും ഡീറോണും ചേർന്ന് കോളിസ് വെലാരിനെ ജയിലിൽ നിന്നും മോചിപ്പിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്ന ഒരു യുദ്ധം ഒഴിവാക്കാൻ ഒരു സമാധാന ചർച്ചയ്ക്കായി ഗെയിൻ കോളിസിനെ ബ്ലാക്സിൻ്റെ അടുത്തേക്ക് തിരിച്ചയക്കുന്നു. കോട്ടയ്ക്ക് പുറത്ത് ബ്ലാക്സ് തങ്ങളുടെ സൈന്യത്തെ സജ്ജമാക്കുകയാണ്. ഡെയ്മൺ ടാർഗറിൻ തൻ്റെ ഡ്രാഗനായ കരാക്സസിനൊപ്പം അവിടേക്ക് എത്തുന്നു. ഇത് റിവർലാൻഡ് സൈന്യത്തിന് വളരെ ആവശ്യം നൽകുന്നു. ഓസ്കാർ ട്രെല്ലി, റോഡി ദ റോയിൻ, ബ്ലാക്ക് കാലി എന്നിവരെല്ലാം യുദ്ധത്തിനായി കാത്തിരിക്കുകയാണ്. ബ്ലാക്ക് കാലിയാണ് ക്രിസ്റ്റൻ കോളിനെ കൊന്നത്. ക്രിസ്റ്റൻ കോൾ കാരണം 2 ആഴ്ചയോളം അവർക്ക് വൈകേണ്ടി വന്നിരുന്നു. അവൻ മരിച്ച വാർത്ത കേൾക്കുമ്പോൾ ഡെയ്മണിൻ്റെ പ്രതികരണം വളരെ രസകരമായിരുന്നു. അയാൾ എങ്ങനെയാണ് മരിച്ചത് എന്ന് ഡെയ്മൺ ചോദിക്കുമ്പോൾ വളരെ മോശമായ രീതിയിലാണ് അവൻ മരിച്ചതെന്ന് റോഡി പറയുന്നു. അത് കേട്ട് ഡെയ്മൺ ഒന്ന് ചിരിക്കുന്നുണ്ട്. ആ ചിരിയിൽ പലതും ഒളിഞ്ഞിരിപ്പുണ്ട്. ബ്ലാക്സിൻ്റെ ആദ്യത്തെ പ്ലാൻ കരാക്സസിനെ ഉപയോഗിച്ച് മതിലുകൾ കത്തിച്ച് നഗരത്തിലേക്ക് ഇടിച്ചു കയറാനായിരുന്നു. എന്നാൽ ശത്രുക്കൾ കുട്ടികളെ മനുഷ്യയോജമായി ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അവർ പ്ലാൻ മാറ്റുന്നു. പകരം റോഡിയും അവൻ്റെ വിൻ്റർ ബോൾസും നേരിട്ട് പോയി മതിൽ ചാടിക്കിടന്ന ഗേറ്റുകൾ തുറക്കും. ഡെയ്മൺ കരാക്സസിനൊപ്പം അവർക്ക് സംരക്ഷണം നൽകും. ഓസ്കാർ ട്രെല്ലിയുടെ സൈന്യം കോട്ടയുടെ മറ്റൊരു വഴിയിലൂടെ അകത്തേക്ക് കിടക്കും. വളരെ കൃത്യമായ യുദ്ധതന്ത്രമായിരുന്നു അത്. ഈ ഒരു സമയത്ത് വിൻ്റർ ബോൾസിനെ കുറിച്ച് ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. പുസ്തകത്തിലുള്ള വളരെ രസകരമായ ഒരു കാര്യം സീരീസിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ നോർത്ത് സൈന്യത്തിൽ മുഴുവൻ പ്രായമായ ആളുകൾ മാത്രമായിരിക്കാൻ ഒരു കാരണമുണ്ട്. സീസൺ 2 ക്രെഗൻ സ്റ്റാർക്ക് പറയുന്നുണ്ട്, വടക്ക് ഭാഗം സംരക്ഷിക്കാൻ തൻ്റെ ഏറ്റവും മികച്ച പോരാളികൾ അവിടെ തന്നെ നിൽക്കേണ്ടതുണ്ടെന്ന്. അതിന് പകരം അവർ അയക്കുന്നത് 2000 പ്രായമായ പടാളികളെയാണ്. ഇവരാണ് വിൻ്റർ ബോൾസ് എന്ന് വിളിക്കപ്പെടുന്നത്. വരാനിരിക്കുന്ന കൊടിയ തണുപ്പ് കാലം അതിജീവിക്കാൻ ഇവർക്ക് കഴിയില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് യുദ്ധത്തിന് പോയി മരിക്കുകയാണെങ്കിൽ തങ്ങളുടെ കുടുംബങ്ങൾക്ക് അതൊരാശ്വാസമാകുമെന്ന് അവർ കരുതുന്നു. അതുകൊണ്ടാണ് യുദ്ധകാലത്തിൽ ധീരമായി മരിക്കാൻ ഇവർ ഇത്രയധികം ആഗ്രഹിക്കുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഡെയ്മണും ഗെയിനും കോളിസും തമ്മിൽ നടക്കുന്ന ചർച്ച എപ്പിസോഡിലെ ഏറ്റവും മികച്ച രംഗങ്ങളിലൊന്നാണ്. ഗെയിൻ വളരെ ഭയത്തോടെയാണ് അവിടെ നിൽക്കുന്നത്. അവനൊരു വലിയ ഒത്തുതീർപ്പ് വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കുന്നു. രാജ്യത്തെ 2ആയി വിഭജിക്കുക. ട്രൈഡൻറ്റിന് വടക്കുള്ള ഭാഗം റെനീറയും തെക്കുള്ള ഭാഗം ഡെയ്റോണും ഭരിക്കുക. അതായത് ഓൾഡ് ടൗൺ. ഡെയ്മൺ തിരിച്ചത് സമ്മതിക്കില്ലെന്ന് നമുക്കറിയാം. ഈ ഒരു സമയത്ത് റെനിയുടെ ഹാൻഡായ കോളിസ് മറ്റൊരു നിർദ്ദേശം വയ്ക്കുന്നു. ഡെയ്റോണിന് മാപ്പ് നൽകി അവനെ റീച്ചിൻ്റെ ലോർഡ് പാരമൗണ്ട് ആക്കുക. രാജാവെന്ന പദവിയേക്കാൾ താഴെയാണെങ്കിലും രാജ്യം വിഭജിക്കപ്പെടാതിരിക്കാനും ഒരു യുദ്ധം ഒഴിവാക്കാനും ഇതൊരു നല്ല വഴിയാണെന്ന് കോളിസ് കരുതുന്നു. പുസ്തകത്തിൽ ആലിസൻ്റാണ് ഇത്തരമൊരു നിർദ്ദേശം വയ്ക്കുന്നത്. എന്നാൽ സീരീസിൽ ഈ മാറ്റം കൊണ്ടുവന്നെങ്കിലും ആ സിറ്റുവേഷൻ വളരെ മികച്ചതായിരുന്നു. പക്ഷേ ഡെയ്മൺ ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അവൻ ഗെയിനെ കഴുത്തിന് പിടിച്ച് ശ്വാസം പിടിച്ച് കൊല്ലാൻ നോക്കുകയാണ്. പിന്നീട് അവനെ തിരികെ ടംബിളിലേക്ക് പറഞ്ഞയക്കുന്നു. സമാധാനത്തിൻ്റെ വഴിതേടിയ കോളിസിനെ ഒരു തടവുകാരനെ പോലെ പരിഗണിക്കാനും ഡെയ്മൺ കാവൽക്കാരോട് കൽപ്പിക്കുന്നു. റെനീറ മാത്രമല്ല, ഡെയ്മണും തൻ്റെതായ ഇരുട്ടിലേക്ക് വീഴുകയാണെന്ന് ഇത് കാണിക്കുകയാണ്. ഇതിനിടയിൽ ഡെയ്മണിനും ഓർമണിനും ഒരുപോലെ അറിയേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ആൾഫ് ദ വൈറ്റ് എവിടെ? പിറകിൽ നിന്ന് ആക്രമണം വന്നാൽ ചെറുക്കാൻ വേണ്ടി നിർത്തിയിരുന്ന സിൽവർ വിങ് എന്ന ഡ്രാഗൻ അവിടെ തനിച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ ഉൾഫിനെ കാണാനില്ല. അപ്പോഴാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വെർമിത്തോർ എന്ന കൂറ്റൻ ഡ്രാഗൻ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞിറങ്ങുന്നത്. കിങ്സ് ലാൻഡിങ്ങിൻ്റെ കാവൽ നിൽക്കാൻ ഏൽപ്പിച്ച ഹ്യൂഗാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. അവനെന്തിനാണ് ഇപ്പോൾ കിങ്സ് ലാൻഡിങ് വിട്ട് ഇവിടെ വന്നെന്ന് ചോദിക്കാൻ ഡെയ്മൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് തന്നെ ടംബിൾട്ടൺ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പക്ഷേ യുദ്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കിങ്സ് ലാൻഡിങ്ങിലേക്ക് നമുക്കൊന്നുകൂടി പോകാം. ജനങ്ങൾ ഗ്രേറ്റ് സെബിന് മുന്നിൽ ഏഗണിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് കേൾക്കാൻ തടിച്ചുകൂടിയിട്ടുണ്ടെന്നറിഞ്ഞ റെനീറ ഒരു ഭ്രാന്തൻ തീരുമാനമെടുക്കുന്നു. താൻ നേരിട്ട് അവിടെ പോയി ആ ജനക്കൂട്ടത്തിന് മുൻപിൽ വെച്ച് ഹൈസെബിനെ കൊണ്ടുതന്നെ തന്നെ രാജാവായി അഭിഷേകം ചെയ്യിപ്പിക്കുക. കറുപ്പും ചുവപ്പും കലർന്ന ടാഗറിന് വസ്ത്രങ്ങൾ ധരിച്ച് തലയിൽ കിരീടം വെച്ചാണ് റെനീറ വരുന്നത്. റെനീറയും അലീനോഫ് ഹള്ളും മറ്റു വടന്മാരെ സെബിലേക്ക് ഇരിച്ചു കയറി. ജനങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അഭിഷേകം ചെയ്യാൻ റെനീറ ഹൈസെബിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ അയാൾ അത് വിസമ്മതിക്കുന്നു. കാരണം അയാൾ ഇതിനകം തന്നെ ഏഗിനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞു. മാത്രമല്ല, ഏഗിൻ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നത് തന്നെ അവൻ രാജാവാകാൻ ജനിച്ചവനാണെന്നതിന് ദൈവങ്ങൾ നൽകിയ തെളിവാണെന്ന് അയാൾ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് റെനീറയുടെ ഈ സീസണിലെ ഏറ്റവും ക്രൂരമായ മുഖമാണ്. ദൈവവിശ്വാസികളുടെ ഒരു ആരാധനാലയത്തിൽ വെച്ച് അവിടെ കൂടി നിൽക്കുന്നവരുടെ മുമ്പിലിട്ട് അലിനെ കൊണ്ട് റെനീറ ഹൈസബിനെ കൊലപ്പെടുത്തുന്നു. തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചിരുന്ന ആ പുരോഹിതനെ രാജ്യദ്രോഹി എന്ന മുദ്രകുത്തി കൊലപ്പെടുത്തുമ്പോൾ യാതൊരു ദീർഘവീക്ഷണമില്ലാതെ ജനങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഇത്തരമൊരു പ്രവൃത്തി റെനീറ എങ്ങനെ ബാധിക്കുമെന്ന് വരും എപ്പിസോഡിൽ നമുക്ക് കാണാം. പുറത്തുവന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന റെനീറ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ പ്രവചനത്തെക്കുറിച്ചും വടക്കു നിന്നിരുന്ന വലിയൊരു അപകടത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കേണ്ടതിനെക്കുറിച്ചും ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഏഗൺ ദ കോൺകററെക്കുറിച്ചും ഭാവിയിൽ വരാൻ പോകുന്ന വിനാശത്തെക്കുറിച്ചുള്ള പ്രൊഫസിയെക്കുറിച്ചുമൊക്കെ. ഇതെല്ലാം കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് അവർക്കെന്തോ ഭ്രാന്താണെന്നേ തോന്നും. നോർത്തിൽ നിന്നുള്ള ടോർഹാൻ മാൻലി പോലും ഇത് കേട്ട് അസ്വസ്ഥനാകുന്നുണ്ട്. കാരണം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണിതൊക്കെ. ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഇതെല്ലാം നോക്കിക്കാണുന്ന മിസായുടെ മുഖത്ത് മുമ്പുണ്ടായിരുന്ന ബഹുമാനമോ സ്നേഹമോ ഇല്ല. താനാണ് പ്രവചിക്കപ്പെട്ട ആ രാജകുമാരൻ, പ്രിൻസ് ദാറ്റ് വാസ് പ്രോമിസ്ഡ് എന്ന് റെനീറ സ്വയം പ്രഖ്യാപിക്കുന്നത് കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് പുച്ഛം തോന്നും.
കാരണം അത് സത്യമല്ലെന്ന് ജോൺ സ്നോയുടെയും ഡെനേറസിൻ്റെയും കഥ അറിയാവുന്നവർക്കറിയാം. ഈ രംഗമൊക്കെ റനീറയുടെ പതനം എത്രത്തോളം ഭയാനകമാണെന്ന് കാണിച്ചു വരുന്നു. അവൾ പൂർണ്ണമായും ഒരു ഏകാധിപതിയായി ജനങ്ങളുടെ കണ്ണിൽ ഒരു ഭ്രാന്തിയായി മാറിയിരിക്കുന്നു. വിൻറ്റർ വോൾസ് തങ്ങളുടെ പരിചകൾ അടിച്ചുകൊണ്ട് യുദ്ധകാഹളം മുഴക്കുകയാണ്. ഗെയിം ഓഫ് ത്രോൺസിലെ പ്രശസ്തമായ യുദ്ധരംഗങ്ങളെ ഓർപ്പിക്കുന്ന രീതിയിലാണ് ഈ യുദ്ധം ചിത്രീകരിച്ചിരിക്കുന്നത്. വിൻറ്റർ വോൾ സൈന്യം കോട്ടമതിലുകൾ പിടിച്ചെടുക്കാൻ നടത്തുന്ന പോരാട്ടവും മുകളിൽ നിന്ന് അവരുടെ മേലൊഴിക്കുന്ന തിളച്ച എണ്ണയും കല്ലുകളും എല്ലാം വളരെ റിയലിസ്റ്റിക്കായി കാണിച്ചിട്ടുണ്ട്. ജോൺ റോക്സ്റ്റണിന്റെ ഇടപെടൽ കാരണം വിൻറ്റർ വോൾസിന് ഗേറ്റ് തുറക്കാൻ കഴിയാതെ വരുമ്പോൾ ഡെയ്മണും കരാക്സസും നേരിട്ട് ഇടപെടുന്നു. ഗേറ്റിന് മുന്നിൽ മനുഷ്യകവചമായി നിർത്തിയിരുന്ന കുട്ടികളോട് മാറാൻ ഡെയ്മൺ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും മാറാൻ കൂട്ടാക്കാത്ത 2 കുട്ടികളെ കാരാക്സസ് ചുട്ടിരിക്കുന്നു. യുദ്ധത്തിന്റെ ഭീകരതയും ക്രൂരതയും എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരൊറ്റ രംഗം നമ്മളെ മനസ്സിലാക്കും. ഇതിനിടയിലാണ് ഓർമൺ ഹൈടവർ ഒടുവിൽ മദ്യപിച്ചിലൊക്കെ ഇട്ട് കിടക്കുന്ന അൾഫിനെ കണ്ടെത്തുന്നത്. പാവപ്പെട്ടോ മദ്യപിച്ച് ബോധം പോയി ഒരു കക്കൂസിലിരുന്ന് ഉറങ്ങിപ്പോയി. കണ്ടുകിട്ടിയവിടെ അവനെ തെരുവിൽ വലിച്ചു വെച്ച് കൊണ്ടുപോയി ഓർമൺ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതോടെ അവൻ നോക്കുമ്പോൾ ഈ ഡെയ്മൺ ഓർമണും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. രണ്ടുപേരും തന്നെ ഒരാവശ്യവസ്തു മാത്രമാണ് കാണുന്നത്. ഇതിൻ്റെ അനന്തരഫലം വളരെ വലുതായിരുന്നു. ദേഷ്യം വന്ന ഉൾഫ് തൻ്റെ ഡ്രാഗണായ സിൽവർ റിങ്ങിനെ ഉപയോഗിച്ച് ബ്ലാക്സിൻ്റെ സൈന്യത്തെ മാത്രമല്ല ടംബിൾട്ടൺ നഗരത്തെയും ഹൈടവർ സൈന്യത്തെയും ഒന്നടങ്കം ചുട്ടിരിക്കുന്നു. റോഡി തെറുവിനും ഓർമ്മ ഹൈടവർ തമ്മിലുള്ള പോരാട്ടമാണ് മറ്റു ഹൈലൈറ്റ്. റോഡി തൻ്റെ പരിചയം കൊണ്ട് ഓർമ്മൻ്റെ മുഖത്തടിക്കുന്നു. ഓർമ്മൺ റോഡിയുടെ കൈ വെട്ടിമാറ്റുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും പിന്മാറാത്ത റോഡി ഓർമ്മണ്ണെ മതിലിലേക്ക് തള്ളിയിട്ട് പിന്നിലൂടെ കുത്തിക്കൊല്ലുന്നു. വടക്കന്മാരുടെ കരുത്തെന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഓർമ്മണ്ണെ കൊല്ലുന്നത്. അതേസമയം തന്നെ ബ്ലാക്സിൻ്റെ സൈന്യത്തെ ചുട്ടിരിക്കുന്ന വോൾഫ് ഇത് കണ്ട് സിൽവർ വിങ്ങുമായി എത്തി അവർ നിൽക്കുന്ന ഇടം കത്തിച്ച് ചാമ്പലാക്കുകയാണ്. ചിരിച്ചുകൊണ്ട് മരണം വരിക്കുന്ന റോഡിയും അലറിക്കരയുന്ന ഓർമ്മണ്ടും ഈ സീരീസിലെ ഏറ്റവും ഗംഭീരമായ മരണരംഗങ്ങളിലൊന്ന്. ഇതിനിടയിൽ സ്വന്തം ഡ്രാഗനായ ടെസാറിയനെ ചങ്ങലകളിൽ നിന്ന് മോചിപ്പിക്കാൻ ഡെയ്റോൺ നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അൾഫിൻ്റെ അപ്രതീക്ഷിതമായ ആക്രമണം അവരുടെ എല്ലാ പ്രതീക്ഷകളും തകർക്കുന്നു. ഈ ഒരു സമയത്താണ് ടംബിൾട്ടണിനുള്ളിൽ ഡെയ്മണും ജോൺ റോക്സ്റ്റണും തമ്മിൽ ഘോരമായ പോരാട്ടം നടക്കുന്നത്. ഡാർക്ക് സിസ്റ്റർ എന്ന വാളുമായി നിൽക്കുന്ന ഡെയ്മൺ റോക്സ്റ്റൺ മുമ്പിൽ പതറിപ്പോകുന്നുണ്ട്. ഡെയ്മണിന് ഇപ്പോൾ 50 വയസ്സായി, പഴയ കരുത്തില്ല. റോക്സ്റ്റൺ അവനെ കൊല്ലുമെന്ന് തോന്നിപ്പിച്ച നിമിഷത്തിലാണ് ഉൾഫ് അതുവഴി പായുന്നതും അവൻ്റെ ഡ്രാഗൺ തീയിൽ അവിടെയുള്ള പാലം തകർന്ന് വീഴുന്നതും ഡെയ്മൺ രക്ഷപ്പെടുന്നതും. ഡെയ്മണ് ബോധം വന്നപ്പോഴേക്കും ടംബിൾട്ടൺ മുഴുവൻ ഉൾഫിൻ്റെ ഡ്രാഗൺ ഫയറിൽ കത്തി നശിച്ചിരുന്നു. പൊള്ളലേറ്റ് ജനങ്ങൾ തെരുവിലൂടെ അലറി വിളിച്ചുകൊണ്ട് നടക്കുന്നു. ഈ കൂട്ടക്കുരുതി കണ്ട് ഡെയ്മണിൻ്റെ ഉള്ളുപോലും തകർന്നു പോകുന്നുണ്ട്. ഹ്യൂഗാകട്ടെ തൻ്റെ ഭാര്യയെ കാറ്റ് മരിച്ചു കിടക്കുന്നത് കാണുന്നു. സ്വന്തം ഭാര്യ രക്ഷിക്കാൻ ഹ്യൂവിന് കഴിഞ്ഞില്ല. കിങ്സ് ലാൻഡിലെ കാവലുപേക്ഷിച്ച് അവനോടേക്ക് വന്നത് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ആയിരുന്നെങ്കിലും റനീറ ഇത് വലിയൊരു വഞ്ചനയായിട്ടേ കാണുകയുള്ളൂ. ഇവിടെ കാര്യമുള്ളത് പുസ്തകത്തിൽ ഉൾഫും ഹ്യൂവും ഒരുമിച്ച് വഞ്ചിക്കുന്നതാണ് കഥ. എന്നാൽ സീരീസിലെയും മാറ്റം വളരെ നന്നായി വർക്കായിട്ടുണ്ട്. ഡെയ്റോണിൻ്റെ അവസ്ഥ എന്തായെന്ന് ഈ എപ്പിസോഡ് വ്യക്തമാക്കുന്നില്ല. ഡ്രാഗൺ അറ്റാക്കിൽ തകർത്തുവന അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഗെയിൻ അവനെ അന്വേഷിച്ച് എഴിഞ്ഞ് നടക്കുന്നുണ്ട്. എന്നാൽ ഡെയ്റോൺ മരിച്ചിട്ടുണ്ടാകാൻ വഴിയില്ല. കാരണം സീസൺ 3 അവനെയും ഡ്രാഗണിനെയും കൊണ്ടുവന്നിട്ട് ഒരു യുദ്ധരംഗം പോലും കൊടുക്കാതെ കൊല്ലുന്നത് മണ്ടത്തരമായിരിക്കും. അതുകൊണ്ട് സീസൺ 4 ഡെയ്റോണിന് വലിയ റോൾ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ വീണ്ടും കിങ്സ് ലാൻഡിങ്ങിലേക്ക് വരികയാണ്. ക്ഷീണിതയായ ഹെലേന തൻ്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പതിയെ ജനലിലേക്ക് നടക്കുന്നു. ഇതിന് സമാന്തരമായി ജനങ്ങളോട് തൻ്റെ ഭ്രാന്തൻ പ്രസംഗം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ തിരികെ വരുന്ന റനീറ നമ്മൾ കാണുന്നു. എന്നാൽ റനീറയുടെ ആ സന്തോഷം അധികം നേരം നീണ്ടു നിൽക്കുന്നില്ല. എലിൻഡ മാസെ ഓടി വന്ന് ആ ദുരന്ത വാർത്ത പറയുന്നു. തന്നെയും തൻ്റെ കുഞ്ഞിനെയും ഒരു തടവുകാരിയായി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പിച്ച ഹെലേന ആ വലിയ ജനലിലൂടെ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഹെലേനയുടെ ചേതനയുടെ ശരീരം കാണുമ്പോൾ പോലും റനീറയുടെ മുഖത്ത് യാതൊരു സങ്കടവുമില്ല എന്നാണ് ഏറ്റവും ഭയാനകം. പകരം ഹെലേന അവിടെ നെയ്തുകൊണ്ടിരുന്ന ആ ചിത്രക്കമ്പിളിയിലാണ് അവളുടെ ശ്രദ്ധ. അതിൽ ഹെലേനയുടെ മരണവും അതിനടുത്തായി സിംഹാസനത്തിലിരിക്കുന്ന റനീറയുടെ ചുറ്റും രക്തവും തീയും ഡ്രാഗണുകളും ജനങ്ങളുടെ നിലവിളിയും എല്ലാമാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ബേല മുന്നേ പറഞ്ഞത് 100% ശരിയാണെന്ന് ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. സ്വന്തം താല്പര്യങ്ങൾക്കപ്പുറം റനീറയ്ക്ക് മറ്റാരോടും ഒരു സ്നേഹവുമില്ല. സ്വന്തം സഹോദരി ആത്മഹത്യ ചെയ്ത ആ ജനാല വലിച്ചടച്ചുകൊണ്ട് നിൽക്കുന്ന റനീറ എന്ന വില്ലനെ കാണിച്ചുകൊണ്ടാണ് ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 3 അവസാനിക്കുന്നത്. ഈ ഒരു ആഭ്യന്തര യുദ്ധം അതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത്. കഴിഞ്ഞ 8 എപ്പിസോഡുകളിലായി ഈ ഗെയിം ഓഫ് ത്രോൺസ് പ്രീക്വൽ സീരീസ് ശരിക്കും ഫയർ ആൻഡ് ബ്ലഡ് തന്നെയായിരുന്നു നമുക്ക് സമ്മാനിച്ചത്. ഓരോ എപ്പിസോഡ് കഴിയുന്തോറും പ്രേക്ഷകരുടെ ആകാംക്ഷ ഇരട്ടിയാവുകയായിരുന്നു. സീരീസിൽ തന്നെ ഏറ്റവും ഗംഭീരമായ ബ്രഹ്മാണ്ഡമായ യുദ്ധരംഗങ്ങൾ ഇതെല്ലാം കൂടി നമ്മളെ കൊണ്ടെത്തിച്ചത് ഈ അവസാനത്തെ നിർണായക നിമിഷത്തിലേക്കാണ്. ഒരു വശത്ത് നമ്മൾ ഇതുവരെ കണ്ടിരുന്ന ആ പഴയ റനീറ ടാർഗെറിയൻ എന്ന രാജ്യം പൂർണ്ണമായും മാറുകയാണ്. തൻ്റെ ഉള്ളിലെ സകല നന്മകളും മനുഷ്യത്വവും ഉപേക്ഷിച്ച് ഇതുവരെ കാണാത്തത്ര ഭയാനകമായ ഒരു വില്ലൻ പരിവേഷത്തിലേക്ക് റനീറ കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മറുവശത്ത് കിങ്സ് ലാൻഡിൽ നിന്നും വെറും കുറച്ചു ദിവസം യാത്ര ദൂരമുള്ള ടംബിൾട്ടൺ എന്ന സ്ഥലത്ത് അതിഗംഭീരമായ ബാറ്റിൽ ഓഫ് ടംബിൾട്ടൺ എന്ന വമ്പൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു.
എന്നാൽ ആർക്കും ഗുണമില്ലാതെ നാശങ്ങൾ മാത്രം ബാക്കി. എന്നാൽ യാതൊരു സംശയമില്ലാതെ പറയാം, ഹൗസ് ഓഫ് ദ ഡ്രാഗണിലെ ഈ ബാറ്റിൽ ഓഫ് ടംബിൾട്ടൺ ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിലെ ഇതിഹാസ യുദ്ധങ്ങളുടെ പട്ടികയിൽ വളരെ അന്തസ്സായിട്ട് തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അത്രയ്ക്കും ഗംഭീരമായാണ് അവരിത് ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഈ സീസൺ ഫിനാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരൊറ്റ യുദ്ധം മാത്രമല്ല കേട്ടോ. വെറുമൊരു യുദ്ധത്തിനപ്പുറം കഥാപാത്രങ്ങളുടെ വൈകാരികമായ ഒരുപാട് തലങ്ങൾ ഈ എപ്പിസോഡിൽ വളരെ വിശദമായി തന്നെ കാണിക്കുന്നുണ്ട്. അതാണ് ഈ ഫിനാലെ ഇത്രത്തോളം മികച്ചതാക്കുന്നത്. ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 3 ഫിനാലെ എല്ലാ അർത്ഥത്തിലും ഒരു ബ്രഹ്മാണ്ഡ അനുഭവമാണ് നൽകിയത്. ഗെയിം ഓഫ് ത്രോൺസിലെ ഏറ്റവും മികച്ച യുദ്ധരംഗങ്ങളോട് കടപിടിക്കുന്ന ഒന്നാണ് ഈ ടംബിൾട്ടൺ യുദ്ധം. അതിഗംഭീരമായ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ഞെട്ടിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളും ഈ എപ്പിസോഡിനെ വേറൊരു ലെവലിലെത്തിക്കുന്നു. ആരും പൂർണ്ണമായി ജയിക്കുന്നില്ല എന്നാണ് ഈ യുദ്ധത്തിൻ്റെ പ്രത്യേകത. എല്ലാവർക്കും വലിയ നഷ്ടങ്ങൾ മാത്രം. റെനീറയായി എമ്മ ഡാഴ്സിയും ഡേമണായി മാറ്റ് സ്മിത്തും ജീവിക്കുകയായിരുന്നു. അതുപോലെ തന്നെ എയ്ഗൺ, എയ്മണ്ട്, ആലിസ് റിവേഴ്സ്, ഗ്വെയിൻ, ഓർമൺ, ആൾഫ്, റോഡി തുടങ്ങിയ എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായ മികച്ച നിമിഷങ്ങൾ ഈ ഫിനാലിൽ ലഭിച്ചു. തീർച്ചയായും ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീരീസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ചതും ഭയപ്പെടുത്തുന്നതുമായ ഒരു എപ്പിസോഡായി ഈ സീസൺ 3 ഫിനാലെ കാലങ്ങളോളം ഓർമ്മിക്കപ്പെടും. ഇനി സീസൺ 4 എന്തൊക്കെ വലിയ അത്ഭുതങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. പീരങ്കികളും ഡ്രാഗണുകളും ഇനിയും തീതുപ്പും. വെസ്റ്റ്രോസിൽ ഇനിയും ചോരപ്പുഴ ഒഴുകും.